CPM നേതാവ് കെ അനിൽകുമാർ ചേരുന്നുണ്ട്. ഒന്ന് തുടരാമോ സാജു? ഇപ്പോ ടി വീണയെ വിചാരണ ചെയ്യാമെന്നുള്ളതിലേക്ക് എത്തിയിരിക്കുന്നു ശ്രീ അനിൽകുമാർ. നേരത്തെ നിഷേധിച്ചിരുന്ന കാര്യങ്ങൾക്കാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരുന്നത്. വിചാരണ നേരിട്ടേ പറ്റൂ വീണ. അത് വലിയ തിരിച്ചടിയല്ലേ? നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിയമവ്യവസ്ഥയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലാവ്ലിൻ കേസില് രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് കുറ്റപത്രം കൊടുത്തിട്ട് വിചാരണ നേരിട്ടോ? എന്താ കേരള ചരിത്രം? അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് ഞങ്ങൾ പറഞ്ഞിടത്താണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ അവർ നിയോഗിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അജണ്ടയുമായി BJP രംഗത്തിറങ്ങി. ആ അജണ്ടയിൽ പ്രചരണത്തിന്റെ ഭാഗമായി ഇത് ഉപയോഗിക്കപ്പെടുമെന്നുള്ളതിനപ്പുറത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, നിയമപരമായി നിൽക്കുന്നൊരു കാര്യമല്ല ഇത്. നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ ചില മാധ്യമ പ്രവർത്തകർക്ക് തന്നെ എന്തോ തെളിഞ്ഞിരിക്കുന്നു. എന്ത് തെളിഞ്ഞു എന്നാ പറയുന്നത്? എന്ത് തെളിഞ്ഞു എന്നാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് നിയമവ്യവസ്ഥ അറിയാവോ? എന്താണ് SFIO? എന്താണ് CDS റോഡ്? ഇതൊക്കെ നോക്കാനുള്ള നിയമം എന്താണെന്ന് വല്ലതും അറിയാമോ? ആ നിയമ പോരാട്ടത്തിലേക്ക് കടന്നിട്ടില്ല ഇതുവരെ. ഇത് കേന്ദ്ര സർക്കാരിന്റെ ജോലിക്കാരെ ഒരു കടലാസിൽ എഴുതി വെച്ചു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകാര്. അതിന്റെ വാലായിട്ട് കുറെ കേന്ദ്ര സർക്കാരിന്റെ തന്നെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ വേറെ ഉദ്യോഗസ്ഥന്മാരെ ഒരു കുറ്റപത്രത്തിന് വേണ്ടിയുള്ള ഒരു അനുമതിക്ക് കടലാസ് കൊടുത്തിരിക്കുന്നു. രസകരമായ കാര്യം, തുള്ളിക്കളിക്കുന്ന കോൺഗ്രസുകാർ മനസ്സിലാക്കേണ്ടത് 185 കോടി രൂപയുടെ പണം അവിടുന്ന് പോയതിനെ കുറിച്ചാണ് SFIO അന്വേഷണം. ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കണ്ടേ? ചെന്നിത്തല പൈസ കൊണ്ടുപോയി സമ്മതിച്ചതിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? അല്ല, അതുണ്ട്. അത് 2019 അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അത് അങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ SFIO ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് ഇതാണല്ലോ. അയ്യോ, നിങ്ങൾക്ക് കാഴ്ച നഷ്ടപ്പെടുന്നതിന്റെ പ്രശ്നം അവിടെയാണ്. SFIO എന്താ കണ്ടെത്തിയത്? ഉമ്മൻചാണ്ടി കൊണ്ടുപോയ പൈസ വെള്ളപ്പണമാണെന്നാണോ SFIO കണ്ടെത്തിയത്? ചെന്നിത്തല കൊണ്ടുപോയ പൈസ വെള്ളപ്പണമാണ്, അത് ഇലക്ഷൻ കമ്മീഷന്റെ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട് എന്നാണോ SFIO കണ്ടെത്തിയത്? ഒരു സ്ഥാപനത്തിൽ നിന്ന് 185 കോടി രൂപ പോയി എന്ന് പറഞ്ഞാൽ 185 കോടി രൂപ പോയി. ആ പോയതിൽ കോൺഗ്രസുകാരുണ്ട്, കൊണ്ടുപോയതിൽ കോൺഗ്രസിന്റെ പഴയ മുഖ്യമന്ത്രിയുണ്ട്, KPCയുടെ പഴയ പ്രസിഡന്റ് ഉണ്ട്. ഇതൊന്നും അന്വേഷിക്കണ്ടേ? കോൺഗ്രസുകാർ തുള്ളിക്കളിക്കുകയാണ്. ഇപ്പൊ ഇത് വന്ന ഉടനെ ഭയങ്കര തുള്ളലാണ്. എന്തിനാ തുള്ളിക്കളിക്കുന്നത്? ഇത് അന്വേഷിക്കണോ വേണ്ടയോ? ഒരു ഭാഗം മാത്രം അന്വേഷിച്ചാൽ മതിയോ? അപ്പൊ ഇതെല്ലാം നമ്മളെ മുന്നിൽ വീഴുന്ന പ്രശ്നങ്ങളാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കമ്പനിക്ക് അനുകൂലമായി മുഖപ്രസംഗം എഴുതിയ കേരളത്തിലെ ഏക മാധ്യമം ജന്മഭൂമിയാണ്. മനോരമ എഴുതിയില്ല, മാതൃഭൂമി എഴുതിയില്ല, മറ്റ് ചാനലുകളില്ല. ഏക പത്രം ജന്മഭൂമിയാണ്. ജന്മഭൂമി ഈ കമ്പനിക്ക് അനുകൂലമായി എന്തിനു മുഖപ്രസംഗം എഴുതി? എത്ര കിട്ടി അതിന്? നമ്മൾ ചരിത്രത്തെ പരിശോധിക്കണം. നമുക്ക് കാണാം യുദ്ധം തുടങ്ങിയിരിക്കുക. അതുകൊണ്ട് തലകുനിക്കില്ല എന്ന് മാത്രമല്ല, കേരളം ഇതിനെ നേരിടും. ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെതിരായും CPM-നെതിരായും വേട്ടയാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരും അവരുടെ പടവും ഒക്കെ ഉപയോഗിച്ച് കുറെ പ്രചരണം നടത്താൻ വലതുപക്ഷത്തിന് സാധിക്കും എന്നുള്ളത് ശരിയാണ്. ഇതൊക്കെ പല അവതാരങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴാ നിർമ്മല സീതാരാമൻ രാജീവ് ചന്ദ്രശേഖരനെ മുൻനിർത്തിക്കൊണ്ട് അടുത്ത യുദ്ധത്തിന് ശ്രീ അനിൽകുമാർ, ഇവിടെ ഈ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് ഈ കുറ്റപത്രം വന്നിരിക്കുന്നത്. അപ്പം ഈ പ്രതി ചേർത്തിരിക്കുന്നത്. അപ്പം രാഷ്ട്രീയമായിട്ട് നേരിടുന്നത് താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നിയമപരമായിട്ട് ഇത് എങ്ങനെ നേരിടുമെന്നാണ് താങ്കൾ നേരത്തെ SFIO 11 കൊല്ലമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിമാരുടെ കാല് തടവുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവരാ തടവ് നടത്തുകയുള്ളതല്ലാതെ കേരളത്തിലൊന്നും ഇത് നടക്കൂല. ഇത് നിയമവാഴ്ചന്റെ മുന്നിൽ നിൽക്കുന്ന കാര്യം വല്ലതുമാണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ നടത്തി ഒരു ഇടപാട് നടത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് ടാക്സ് കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനികൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ ഭാഗമല്ലേ? ഇതൊക്കെ ക്രിമിനൽ കുറ്റമായിട്ട് കണക്കാക്കാൻ പറ്റുമോ? അതൊക്കെ നേരിടേണ്ട സ്ഥലത്ത് നേരിടാൻ ആ കമ്പനിക്കറിയാം, അതിന്റെ ആളുകൾക്കറിയാം. പ്രചരണപരമായി വരുന്നതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. CPM-നെതിരെ എന്തോ വലിയതായിട്ട് കുട്ടിഘോഷിക്കാൻ വരുന്നതുകൊണ്ടാണ് പ്രചരിപ്പിച്ചത്. അതിന്റെ അറ്റത്ത് കള്ളപ്പണം കൊണ്ടുപോയ കോൺഗ്രസ് ഉണ്ട്, കള്ളപ്പണം കൊണ്ടുപോയ മുസ്ലിം ലീഗ് ഉണ്ട്. പിന്നെ ഈ രേഖയിലൊന്നും വരാത്ത കുറെ BJP-ക്കാരുണ്ടല്ലോ. എന്താ BJP-ക്കാർ പൈസ വാങ്ങിക്കില്ലേ? കണ്ട തൊടൂല്ല പൈസ. ജന്മഭൂമി എന്ത് വാങ്ങിയിട്ടാണ് ഈ മുഖപ്രസംഗം ഈ കമ്പനിക്ക് അനുകൂലമായിട്ട് എഴുതിയത്? നമുക്ക് രാഷ്ട്രീയ ചർച്ചയാവാന്നേ. അവിടെ നിയമത്തിന്റെ അനധികൃതമായി കിട്ടിയ പണം എവിടെ നിന്ന് എന്നുള്ളതിന് തെളിവ് വേണ്ടേ? അപ്പോ ഏത് പൈസ? ഒരു 2.2 കോടി 70 ലക്ഷം രൂപയുടെ കണക്കുണ്ടല്ലോ. ആ കണക്ക് നിയമപരമായിട്ടുള്ളതാണെങ്കിൽ അവർ ഉത്തരം പറഞ്ഞോളൂ. നിങ്ങൾക്കൊരു സ്ഥാപനത്തിൽ നിന്ന് അതിന്റെ സാമ്പത്തിക ഇടപാടുകൾ നിയമപരമായിട്ടില്ല, അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ഉള്ളൂ. അക്കൗണ്ടിൽ വീണാ വിജയൻ കള്ളപ്പണം കൊണ്ടുപോകുന്ന ഒരു ആക്ഷേപം ഇല്ലല്ലോ. അവരെ സംബന്ധിച്ച് അക്കൗണ്ടിലൂടെ കമ്പനികൾ തമ്മിൽ പണം കൈമാറ്റം ചെയ്തു.
അല്ല, അപ്പം താങ്കൾ പറയുന്നത് ഈ കമ്പനികാരി ചട്ടം 447 വകുപ്പ് ചുമത്തിയതിൽ കാര്യമില്ല എന്നാണോ? ഇങ്ങനെ ആർക്കും അസംബന്ധം എന്ന് മാത്രമല്ല എന്താണ് SFI എന്ന് മനസ്സിലാക്കണം. സീരിയസ് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലെ ഡയറക്ടർ അയാളുടെ മറ്റൊരു കമ്പനിയുമായുള്ള ബന്ധം മറച്ചു വെച്ച് തന്റെ കമ്പനിയിൽ നിന്ന് പണം ചോർത്തുന്നതിനെയാണ് സീരിയസ് ഫ്രോഡ് എന്ന് പറയുന്നത്. അതായത് കർത്താവിന്റെ കമ്പനിയിലെ ഡയറക്ടർമാർക്കെതിരെ മാത്രമേ കുറ്റമുണ്ടെങ്കിൽ നിൽക്കുകയുള്ളൂ.